ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രെഡ് കൊണ്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാം, കൂടുതൽ സമയമൊന്നും വേണ്ട ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് ബ്രെഡ് വേണം. അതിനുവേണ്ടി ഞാൻ ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 ബ്രെഡ് പീസ് മതിയാകും. ഇതിൽ നിന്നും ഒരു 4 എണ്ണം എടുത്താൽ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ മുറിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ 4 പീസ് ബ്രെഡും നന്നായിട്ട് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കടലമാവാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ കടലമാവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. അതായത് നമ്മൾ പക്കോട എല്ലാം ഉണ്ടാക്കിയെടുക്കില്ലേ, അതേ രൂപത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുന്ന പാകത്തിലായിരിക്കണം കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. 1 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്ത് പാകത്തിലായിട്ടുണ്ട്. നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണയൊന്നും കൂടുതലായിട്ട് ഇതിൽ പിടിക്കുകയില്ല. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും കുറച്ച് കുറച്ചായി എടുത്ത് പക്കോട രൂപത്തിൽ ആക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലിട്ട് 1 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഒരേ സൈഡ് തന്നെ കൂടുതലായിട്ട് വേവിച്ചെടുക്കരുത്. നമ്മളിതിൽ എടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ബ്രെഡ് പെട്ടെന്ന് മുരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമുക്ക് വൈകുന്നേരങ്ങൾ ചായക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട്. എണ്ണ അധികമുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. രണ്ടാമത്തെ വെച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം കോരിയെടുക്കാം. ഇത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബ്രെഡ് കൊണ്ടുള്ള പക്കോട തയ്യാറായി കഴിഞ്ഞു. നമുക്കിത് സോസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ബ്രെഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.